ഫെമിനിസം ഒക്കെ പറയുന്ന ആളുകളുടെ തോട്ട് ഈക്വലി എല്ലാവർക്കും സാലറി കൊടുക്കുക, ഈക്വലി എല്ലാവർക്കും പൊസിഷൻസ് കൊടുക്കുക. ശരിക്കും വർക്ക് ലൈഫൊക്കെ ഇത് ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനമാണ്. അപ്പൊ അത് വർക്കൊന്നും ലൈഫൊന്നും ആയിട്ടൊന്നല്ല നമ്മൾ ലൈഫിൽ കൊണ്ടുപോകേണ്ടത്. എങ്ങനെയുണ്ട് നുമ്പ്രക്ക് പോയിട്ട് എങ്ങനെ അടിപൊളിയല്ലേ? ആദ്യമല്ല, അത് കുഴപ്പമില്ല, റെക്കോർഡല്ല. അപ്പൊ ഇതാണ് നമ്മുടെ DXITOയുടെ ഓഫീസ് കേട്ടോ. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മള് നമ്മുടെ DXITO ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാണ്. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതിൽ. ഇങ്ങനെ ഒരുപാട് എന്താ പറയാ, നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എംപ്ലോയി ലെവലിൽ ആരും ഇല്ല, എല്ലാവരും നമ്മൾ ടീമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റികൾ ഇങ്ങനെ ഫുൾഫിൽ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെൽക്കം ബാക്ക് ടു ഡേ 3 ഫിറ്റ്നസ് വിത്ത് ഓൺടർപ്രണർഷിപ്പ്. ഫിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ ഈ തടി എന്ന് പറയുന്നത് ഏകദേശം 100 കിലോ ഉണ്ട്. 100 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ജിമ്മിനൊക്കെ പോയി. പക്ഷെ ഇടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അസുഖം വരും, പിന്നെ അത് മടി പിടിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ പോകും. അപ്പം എനിവേ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ വീഡിയോ ഇനി നിർത്തുന്നില്ല. ഡെയിലി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഡയറ്റും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള ഒരു ഹാബിറ്റ് ഫോർമേഷൻ, ഓട്ടോമിക് ഹാബിറ്റ്സിലൊക്കെ നിങ്ങൾ വായിച്ച പോലെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെറിയ ഹാബിറ്റ് ഫോർമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്. സോ എൻ്റെ ഗുരുവായിട്ടുള്ള സനൂപിന് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോയിലുണ്ട്, മിനിയാന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിലുണ്ടല്ലോ ഇന്ദിരാനുവയെ കുറിച്ചല്ലേ. അപ്പോൾ ഇന്നത്തെ ഇതിൽ മെയിനായിട്ടൊരു കോട്ട് എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ അടിപൊളിയായിട്ട് എനിക്ക് ഈ ബുക്ക് മുഴുവൻ വായിക്കാൻ വേണ്ടി ഇൻട്രൊഡക്ഷനിൽ മാത്രം ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. അതായത് ഒരു ഇന്ത്യയിൽ ജനിച്ചൊരു വുമൺ എത്രത്തോളം പ്രൗഡായിട്ടാണ് അവർ ഇത് പറയുന്നത് അറിയിക്കുക. ബറാക് ഒബാമ ആൻഡ് മൻമോഹൻ സിംഗ് ഹാഡ് entered the room for an update on our group's progress. And President Obama began introducing the American team to his Indian counterpart. When he got to me, Indra Nooyi, CEO of PepsiCo, Prime Minister Singh exclaimed, "Oh, but she is one of us." And the president, with a big smile and without missing a beat, responded, "Ah, but she is one of us too." It's a moment I never forget. Spontaneous kindness from the leaders of the 2 great countries that have given me so much. അതായത് ഒരു ഇന്ദിരാ നോയി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വുമൺ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ പ്രീമിയം ബെവറേജ് ബ്രാൻഡ് ആയിട്ടുള്ള പെപ്സിക്കോയുടെ CEO ആയ മാറിയിട്ടുള്ളൊരു ജേണി പറയുന്ന ഒരു കഥയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, ഞാൻ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിൽ പറയുന്നത് ഒരു വുമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫെമിനിസം ഒക്കെ പറയുന്ന ആളുകളുടെ തോട്ട് ഈക്വലി എല്ലാവർക്കും സാലറി കൊടുക്കുക, ഈക്വലി എല്ലാവർക്കും പൊസിഷൻസ് കൊടുക്കുക, ഇത് മാത്രമാണ് തോട്ട് പ്രോസസ് ഉള്ളത്. പക്ഷെ അതിനായിട്ട് സെൽഫായിട്ട് എത്ര വുമൻസ് ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസ് വേണം, എൻ്റെതായിട്ടുള്ള ജേണി എനിക്ക് റിമാർക്കബിൾ ആയിട്ട് വേൾഡിന് കാണിച്ചു കൊടുക്കണം എത്ര പേര് ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാനിത് പറയാനുള്ള കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ കുറച്ച് മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി എന്തായി, ആവശ്യമില്ലാതെ ചാടിപ്പോയി. അപ്പൊ ചാടിപ്പോയതിൻ്റെ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞാൻ അവിടെ ഒരുപാട് പെൺകുട്ടികളെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രായത്തിൽ കല്യാണം മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ലൈഫ് എന്ന് പറയുന്ന ഒരുപാട് നമുക്ക് ലേൺ ചെയ്യാനുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ കുട്ടികൾ +2 കഴിയുക, ഡിഗ്രി കഴിയുക, അല്ലെങ്കിൽ 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒളിച്ചോടി പോവുക, ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഒരുവിധ ആൾക്കാരൊക്കെ. പക്ഷേ ഈ വീഡിയോയുടെ കമന്റിൽ ചിലപ്പോൾ നാളെ എന്തുവരും, ഇല്ല ഞങ്ങൾ അങ്ങനെ പറ്റിയ ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് ലക്ഷ്യബോധമൊക്കെ ഉണ്ടെന്ന് പറയും. ഈ ലക്ഷ്യബോധം ഉണ്ടെന്ന് പറഞ്ഞ കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തൊക്കെ സംഭവിക്കും നമുക്കൊന്നും അറിയില്ല. നമുക്കുള്ള സമയം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. മൾട്ടിപ്പിൾ ടൈംസ് ഒരുപാട് കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് പല പ്ലേസുകളിലും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ നമ്മളൊക്കെ ഇനിയും ഒരുപാട് വളരാനുണ്ട്. ഇനി നമ്മളെ ലൈഫ് ഇങ്ങനെയല്ല
നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. സോ ഫിറ്റ്നസ് വിത്ത് ഓണ്ടർപ്രണർഷിപ്പ് ജേണി എന്ന് പറയുന്ന ഒരു ഇതിൽ നീ എന്താ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ചെറിയ കുറച്ച് ചാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ കാര്യങ്ങൾ. കമാൺ. അപ്പം ഇന്ന് മോർണിംഗിൽ എഴുന്നേറ്റ് ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ നമ്മൾ ടീം പോയി പിച്ച് ചെയ്ത ഒരു ക്ലയന്റ് ആണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒരു ടെക് ബ്രാൻഡില് ഫേമില് വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്ലയന്റ് ആണ്. അവിടെ പോയി ആ മീറ്റിംഗ് എടുത്തു. അത്യാവശ്യം ഇംപ്രസ്ഡ് ആണ്. ദേ ആർ ഇംപ്രസ്ഡ് വിത്ത് പ്രപ്പോസൽ ബിക്കോസ് ഞങ്ങളൊരു ബ്രാൻഡിങ് ആൻഡ് ബ്രാൻഡ് പൊസിഷനിങ് സ്ട്രാറ്റജി, ബ്രാൻഡ് ആർക്കിടൈപ്സ് ആ ഒരു സെഗ്മെന്റിലാണ് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചത്. ആൻഡ് നെക്സ്റ്റ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ GCCയിൽ 2 ക്ലയൻസ് ഉണ്ട്. റൈറ്റ് നൗ ഓൺ ബോർഡർ 1 ക്ലയന്റ് ഒരു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരു ഇവന്റ് ആണ്. അപ്പോൾ ആ ഇവന്റ് ബേസിക്കലി ഒരു ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇവന്റ് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് ബാക്ക് എൻഡ് വർക്ക്സ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് അങ്ങനത്തെ കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കൈ അതിൽ കാണുന്നുണ്ടോ? വരില്ലേ? ഇല്ല. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻസ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രൊഡക്ഷൻ അതിൽ അസൈൻ ചെയ്തു. പിന്നെ അതിന്റെ ബാക്കി ഡിസൈൻ പാർട്സിൽ കുറച്ച് കാര്യങ്ങൾ ഇരിക്കാനുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ 1-2 കമ്പനികളുടെ വെബ് ഡെവലപ്മെന്റ് സൈഡിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് അത് സോർട്ട് ചെയ്തു. ആൻഡ് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ചലഞ്ചസുകൾ, ഇപ്പോൾ പൊതുവെ ഒരു ഏജൻസി ബിസിനസ്സിൽ വരുന്ന ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ട്. ചില കാര്യത്തിന് ലീഡ്സ് വരുന്നില്ല, ലീഡിന്റെ ക്വാളിറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ കുറെ ചലഞ്ചസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സോർട്ട് അനാലിസിസ് എന്ന് പറയുന്ന സംഭവം, അപ്പൊ അതൊക്കെ എടുത്തു. അതിനെ ഞങ്ങൾ തന്നെ 2-3 കോൾസ് ഒക്കെ ചെയ്തു, വെരിഫൈ ചെയ്തു. ക്വാളിറ്റി ഉള്ള ലീഡാണെന്ന് ഞങ്ങൾ തന്നെ വെരിഫൈ ചെയ്തിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത് പലതും. ദെൻ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഏജൻസി റൂട്ടീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു 7 o'clock ആയപ്പോഴാണ് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുവരെ ഫുൾ പുറത്തായിരുന്നു, മീറ്റിംഗ്സും പരിപാടികളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ 2-3 കോൾസ് ഫാമിലി കോളുകൾ വരും, അത് എടുക്കും, സംസാരിക്കും. ഇതിലൊരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യുന്നത് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ. സോ എൻ്റെ ഒരു ഫിലോസഫി മാത്രമല്ല, ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ മതി എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവമല്ല. ബേസിക്കലി ഓണ്ടർപ്രണേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ടൈം ദേ ആർ വർക്കിംഗ് ഫോർ ദെയർ ബ്രാൻഡ്, ദെയർ എൻറ്റിറ്റി. അപ്പോൾ അതിനു വേണ്ടി അവർ എപ്പോഴും രാവും പകലും സംസാരിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ഞാനും അങ്ങനെ ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും എങ്ങനെ ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഏജൻസി ഡെവലപ്പ് ചെയ്യാം, ഇതിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും ഡിസ്കഷൻസിൽ പോലും ഉണ്ടാവുക. അതിനുശേഷം ഓഫീസിലേക്ക് വന്നതാ നമ്മുടെ Day 2 വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വ്ലോഗ് എല്ലാവരും കാണാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതേപോലെ തന്നെ Day 1ഉം Day 2ഉം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇന്നും നമുക്കൊരു 8,000 സ്റ്റെപ്സ് നടക്കാനുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് എന്ത് ചെയ്യാണ് നടക്കാൻ. ഇന്നലെ നമ്മൾ ഏകദേശം 8,000 സ്റ്റെപ്പ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെയിലി 1 വ്ലോഗ്സ് എന്ന് എഴുതി നമ്മൾ ഒരു ദിവസം എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2 ദിവസം ഞാൻ അത്ര ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ആണ് ചെയ്തത്. അതൊന്നിനുമല്ല, മിക്ക ആളുകൾക്കും ഒരുപാട് കൺസേൺ ഉണ്ട് വീഡിയോ ക്വാളിറ്റി. ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞതാണ്, ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, നമ്മൾ എവിടെയാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ദാറ്റ്. ദെൻ ആഫ്റ്റർ തിങ്ക് നമുക്ക് എന്ത് പിന്നെ മോൾഡ് ചെയ്യണം, എന്ത് ശരിയാക്കണം എന്നൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ തോന്നും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ശരിയാക്കിയാൽ മതി. അല്ലാതെ ഒരുപാടൊന്നും കൺസേൺ ആയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ 70,000-ഓളം തോട്ടുകൾ ചിന്തകൾ പോകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ല, ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയും തോട്ടുകൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കണമെങ്കിൽ ആളുകൾ അത് ചിന്തിച്ചിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അവർക്ക്. ഒരു വട്ടം എങ്ങാണ്ട് ചിന്തിച്ച് പിന്നെ അത് മറന്നു പോകും. അപ്പം ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ ഒരിക്കലും ലൈഫിനെ കൊണ്ടുപോകണ്ട. ബി കൺസിസ്റ്റന്റ്. എൻ്റെ കൂടെ യാത്ര ചെയ്യാം. ആൻഡ് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.